മക്കൾ നഷ്ടപ്പെടുന്ന അമ്മമാരുടെ ഉള്ളം അളക്കാൻ ലോകം ഇതേവരെ അളവുകോലുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അത്തരത്തിൽ ഉള്ളുലഞ്ഞ അമ്മമാരും അച്ഛന്മാരും മക്കളും സഹോദരങ്ങളുമൊക്കെ നെഞ്ചത്തടിച്ച് ആർത്തലച്ചു നടന്ന തെരുവുകൾ വികസനത്തിൻ്റെ വീമ്പിളക്കലുകൾക്കിടയിൽ കാണേണ്ടവരും കേൾക്കേണ്ടവരും അത് അവഗണിച്ചു കളഞ്ഞു. അധികാരത്തിൻ്റെ ആനപ്പൊക്കത്തിൽ സ്വയം മതിമറന്നുപോയി. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന പൊന്നോമന മകനെ പട്ടിണിക്കിട്ട് ഇഞ്ചിഞ്ചായി കൊല ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മയ്ക്കും അച്ഛനും പിന്നെ ഒരു ഉരുള ചോറ് ഉള്ളിലേക്ക് ഇറക്കാനാകുമോ? അവന് ചുറ്റും നിന്ന് ആ കൊലപാതകം ആസ്വദിച്ചവർക്കായി ഭരണകൂടം സഹായഹസ്തം നീട്ടുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് ആ വേദന താങ്ങാനാകുമോ? ഒരാശ്വാസവാക്കുമായി ആ വീടിൻ്റെ പടികടക്കാത്ത ഭരണകൂട നെഗളിപ്പിനെ ന്യായീകരണ കസർത്തുകൊണ്ട് മറികടക്കാം എന്ന് കരുതിയത് ആന മണ്ടത്തരമാണ് എന്ന് പറയാതെ വയ്യ. എല്ലാം മറക്കും, പക്ഷേ അമ്മമാരുടെ ഹൃദയത്തിലൂടെ കടക്കുന്ന വാളുകൾ ഒരിക്കലും ആരും പൊറുക്കില്ല. ഇത്തരം പരമ്പരകൾക്കൊടുവിൽ പാർട്ടി രക്തം സിരകളിലോടുന്ന ADM നവീൻ ബാബുവിനോട് കാട്ടിയ അനീതിയെ ഇത്രയേറെ നിസ്സാരവൽക്കരിച്ചത് എന്തുകൊണ്ടായിരുന്നു? മരണത്തിന് കാരണഭൂതയായ പ്രതിയോട് പാർട്ടി കാട്ടിയ പ്രതിപത്തി ഏത് ഭാര്യയ്ക്കും മക്കൾക്കുമാണ് പൊറുക്കാനാവുക? നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നത് എന്നിട്ടും മനസ്സിലാകാത്തതിൽ സഹതപിക്കാനേ കഴിയുകയുള്ളൂ. അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിച്ചില്ലെങ്കിലും ഹൃദയത്തിൽ നിന്നുള്ള തേങ്ങലുകളെ സ്തുതിഗീതമായി ആസ്വദിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. അതിന് പറ്റാത്തവർക്ക് തോൽക്കുകയല്ലാതെ മറ്റെന്താണ് പോംവഴി?